ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കെ എം മാണി ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം തികയുന്ന ദിവസം കൂടിയാണ്. അദ്ദേഹം ഇല്ലാത്ത ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. അതിനാൽ തന്നെ രാഷ്ട്രീയപരമായും കെ എം മാണിയുടെ ചരമദിനത്തിന് ഇക്കുറി വളരെയേറെ പ്രാധാന്യമുണ്ട്. പതിവ് പോലെ കേരള കോൺഗ്രസ് എം കോട്ടയം തിരുനക്കരയിൽ വിപുലമായ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് ഉച്ചയ്ക്ക് 1 മണിയോടെ സമാപിക്കും. രാവിലെ കെ എം മാണിയുടെ ഖബറിടത്തിലും പുഷ്പാർച്ചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പാലായിൽ നിന്നും സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് സനോജ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയത്ത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നതിനിടെ ഇന്നത്തെ ഒരു ദിവസത്തിന് ആ നിലയ്ക്കും ഒരു പ്രസക്തിയുണ്ട്. ഒപ്പം കെ എം മാണി ഇല്ലാതായതിനു ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലേ? തീർച്ചയായിട്ടും കാവ്യ, കേരളത്തിലെ രാഷ്ട്രീയ അധികായകനായിരുന്ന കെ എം മാണി ഓർമ്മയായിട്ട് ഇത്തവണ 5 വർഷം തികയുകയാണ്. ഈ 5 വർഷം ഈ 5ാം വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം കെ എം മാണി ഇല്ലാത്ത ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് പാലായിൽ മാണി അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടത്തിന് സമീപമാണ്. ഇവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കെ എം മാണിയുടെ ഖബറിടത്തിൽ പുഷ്പാർച്ചന നടക്കുകയും പ്രാർത്ഥനാ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ എം മാണിയുടെ മകൻ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി, കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴികാടൻ, ഒപ്പം ഗവൺമെൻറ് ചീഫായിട്ടുള്ള ഡോക്ടർ എൻ ജയരാജ്, ഒപ്പം റാന്നി MLA, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉൾപ്പെടെയുള്ള ഇവരുടെ എല്ലാ ജനപ്രതിനിധികളും ഈ ചടങ്ങിൽ സന്നിഹിതരാകുന്നുണ്ട്. സാധാരണ എല്ലാ വർഷവും സമാനമായ രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം, പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഖബറിടത്തിലെത്തി പുഷ്പാർച്ചന നടത്താറുണ്ട്, അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനുശേഷം കോട്ടയം തിരുനക്കരയിലാണ് വലിയ തോതിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക. രാവിലെ 9 മണി മുതലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം തിരുനക്കരയിൽ ഇത്തരത്തിൽ ഒരു പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. പുഷ്പാർച്ചനയും മറ്റു പരിപാടികളുമാണ്. ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ കെ എം മാണി അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി മാത്രമേ നടക്കാറുള്ളൂ. അതെല്ലാ വർഷത്തേതും പോലെ തന്നെ ഇത്തവണ തിരുനക്കര മൈതാനത്താണ് രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സമാപിക്കുക. അവിടെ കെ എം മാണിയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന സമർപ്പിക്കുകയും പിന്നെ കെ എം മാണി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലും പുഷ്പാർച്ചനയും മറ്റു ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ രാജിവെച്ച് ഇന്നലെ പാലായിലെ കെ എം മാണിയുടെ പാലാ നിയോജക മണ്ഡലം ഓഫീസിൽ നിന്നും കെ എം മാണിയുടെ ചിത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അദ്ദേഹവും ഇവിടെ പുഷ്പാർച്ചന നടത്തുവാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തവണത്തെ ചരമദിനം എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ പ്രാധാന്യമേറെയുണ്ട്. കാരണം കെ എം മാണി ഇല്ലാത്ത ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അദ്ദേഹം ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം കൂടി കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട്, രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തവണ കെ എം മാണി അനുസ്മരണം വിപുലമായി നടത്തുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിലാക്കുന്ന അനുസ്മരണ പരിപാടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചാഴികാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട മുൻനിര നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ ജോസഫ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലും സമാനമായ രീതിയിലായിരിക്കും ഒരുപക്ഷെ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുക. അവർ 9 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഇതിനുശേഷം ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ പ്രതികരണം ഉണ്ടാവും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അങ്ങനെ പ്രമോദ് നാരായണൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു അനുസ്മരണ പരിപാടിയാണ് ഇപ്പോൾ പാലായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യ. സനോജ് തുടരുക. തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 9 മണിക്കാണ് തിരുനക്കരയിൽ സംഘടിപ്പിക്കുന്ന
അനുസ്മരണ യോഗം അത് അവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഇപ്പോൾ പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങുകളാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ അടക്കമുള്ള നേതാക്കളുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സനോജ് വീണ്ടും ചേരുന്നുണ്ട്. സനോജ്, ജോസ് കെ മാണി അടക്കമുള്ളവരുടെ പ്രതികരണം നമ്മൾ ഈ ഘട്ടത്തിൽ ഇതിനുശേഷം പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ തിരുനക്കരയിൽ നടക്കാൻ പോകുന്നത് ഒരു വലിയ അനുസ്മരണ സമ്മേളനമാണ്. എല്ലാ വർഷവും നടക്കാറുള്ളത് പോലെ തന്നെ അതിന്റെ ക്രമീകരണങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോയാൽ തീർച്ചയായിട്ടും കാവ്യ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ KM മാണി ഇല്ലാത്ത ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സജീവ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് 50 വർഷക്കാലം കേരള നിയമസഭാംഗമായി, ഒപ്പം തന്നെ 25 വർഷക്കാലം മന്ത്രിയായി, അങ്ങനെ വലിയൊരു രാഷ്ട്രീയ ഗ്രാപ്പുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് KM മാണി എന്ന് പറയപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു അതികായകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ KM മാണി ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം തികയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ് ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ തവണത്തെ ഓർമ്മ ദിനത്തെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരമദിനം പരമാവധി ഈ രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ എല്ലാ വർഷവും അനുസ്മരണ ദിനത്തിൽ ഈ കബറിടത്തിലെത്തി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്തവണയും അവർ സമാനമായ രീതിയിലാണ് പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ജോസഫ് ഗ്രൂപ്പ് കൂടി ഈ മുൻവർഷങ്ങളിലെ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അവർ കുറേ കൂടി വിപുലമായി ഈ പരിപാടി ആചരിക്കാൻ വേണ്ടി എത്തുന്നു. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ് ഈ അനുസ്മരണ ദിനം കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് രാഷ്ട്രീയ മാനം ഏറെ ഉണ്ടാകുന്നത്. ഒരു 9 മണിയോടുകൂടി തന്നെ ജോസഫ് വിഭാഗം നേതാക്കന്മാർ ഇവിടെ എത്തും. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ജോസഫ് വിഭാഗത്തിൻ്റെ നേതാക്കന്മാരും ഈ കബറിടത്തിലെത്തി പുഷ്പാർച്ചന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടിയാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഒപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി, MLA മാരായി, ഒപ്പം ഗവൺമെൻറ് ചീഫ് വിപ്പായിട്ടുള്ള ഡോക്ടർ N ജയരാജ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, പ്രമോദ് നാരായണൻ MLA, ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, അങ്ങനെയുള്ള പാർട്ടിയുടെ എല്ലാ ജനപ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യം കൂടിയുണ്ട്. ഇതിനുശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് വിപുലമായ രീതിയിൽ അനുസ്മരണ പരിപാടി മുൻ വർഷങ്ങളിലേതുപോലെ തന്നെയാണ് ഇത്തവണയും കേരള കോൺഗ്രസ് എം ഇത്തരത്തിൽ സമാനമായ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫും ഇത്തവണ കുറേ കൂടി വലിയ രീതിയിൽ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ അനുസ്മരണ ദിനത്തെ വ്യത്യസ്തമാക്കുന്നതും അതിൻ്റെ രാഷ്ട്രീയ മാനം വർദ്ധിപ്പിക്കുന്നതും. കാവ്യ. ശരി, സനോജ് സുരേന്ദ്രനാണ് പാലായിൽ നിന്നുമുള്ള ഇപ്പോൾ നടക്കുന്ന അനുസ്മരണ പരിപാടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.